കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രിവൺ, ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം. BA സോഷ്യോളജി PSOC 106 സോഷ്യോളജി ഓഫ് റിലിജൻ എന്ന പേപ്പറാണ് ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 2025 എക്സാമിന് എത്രമാത്രം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്ന് നമുക്ക് ഈ ഒരു അനാലിസിസിലൂടെ മനസ്സിലാവും. ആൻഡ് സിലബസ് മാപ്പിംഗ് ഉണ്ട്, അതായത് ഓരോ സിലബസ് ബ്ലോക്കും യൂണിറ്റ് വൈസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് മനസ്സിലാക്കുന്നു. എക്സാം പാറ്റേൺ അനാലിസിസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആവുന്നത്, പിന്നെ റിപ്പീറ്റ് ആവുന്ന ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്, അത് വെച്ചിട്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതൽ വരാൻ സാധ്യത ഉള്ളത്, അതിന്റെ ബേസിലുള്ള പ്രഡിക്ഷൻ. ആൻഡ് അതിന്റെ ബേസിൽ തന്നെ വരുന്ന ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, നമുക്ക് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് നടത്താൻ വേണ്ടിയുള്ള ഒരു മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ, ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. മെത്തഡോളജി കോൾ ഔട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് മൾട്ടിപ്പിൾ ഇയേഴ്സ് ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സും അതിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ ബേസിലാണ് ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇപ്പം സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ മെയിൻലി നമുക്ക് 3 ബ്ലോക്ക് ആണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ്, പിന്നെ സെക്കൻഡ് ബ്ലോക്ക് ആണ്, അതിനുശേഷമാണ് തേർഡ് ബ്ലോക്ക് വരുന്നത്. അപ്പം ഫസ്റ്റ് ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഒരു 15 to 20 അതിന്റെ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 2 ആണെങ്കിൽ 10 to 15 ആ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻഡ് ബ്ലോക്ക് 3 ആണെങ്കിലും ഒരു 10 to 12 13 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് ഓരോ യൂണിറ്റ് വെച്ച് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ തന്നെ ഫസ്റ്റ് യൂണിറ്റ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജിയൻ, ദർക്കീം, അനിമിസം, സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. അത് ഹൈ റെലവൻസ് ആണ്, 11 തവണയാണ് ചോദിച്ചേക്കുന്നത്. ഇനി സെക്കൻഡ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ റിലിജിയൻ, എക്കണോമി ആൻഡ് പവർ, പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് ക്യാപിറ്റലിസം 8 തവണ ചോദിച്ചിട്ടുണ്ട്. അതൊരു മീഡിയം റെലവൻസ് കൊടുക്കാം, അതായത് 10 അതിൽ കൂടുതലോ ആണെങ്കിൽ നമുക്കൊരു ഹൈ റെലവൻസ് കൊടുക്കാവുന്നതാണ്. ഇനി തേർഡ് യൂണിറ്റ് റാഷണാലിറ്റി, റീജിയൻ ആൻഡ് പൊളിറ്റിക്സ് ഓഫ് സ്റ്റേറ്റ്, ഇതിലാണ് സെക്യുലറൈസേഷൻ ഒക്കെ വരുന്നത്, 7 തവണ വന്നിട്ടുണ്ട്. സോ ഒരു മീഡിയം റെലവൻസ് തന്നെയാണ്. ഫോർത്ത് യൂണിറ്റ് 4 തവണ ചോദിച്ചിട്ടുള്ളൂ, അതൊരു ലോ റെലവൻസ് ആണ്, മാജിക്, സയൻസ് ആൻഡ് റിലിജൻ എന്ന് പറഞ്ഞ ടോപ്പിക്. പക്ഷെ ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറേ ഇല്ല എന്നല്ല, 4 തവണ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലോ റെലവൻസ് കൊടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ബ്ലോക്ക് 2ലേക്ക് വരുമ്പോൾ ഫിഫ്ത് യൂണിറ്റ് സീക്രട്ട്, മിത്ത് ആൻഡ് റിച്വൽ, അത് 9 തവണയാണ് ചോദിച്ചേക്കുന്നത്, റെലവൻസ് മീഡിയം ആണ്. ലൈഫ് സൈക്കിൾ റിച്വൽസ് 5 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ്. ബ്ലോക്ക് 2ലെ തന്നെ 7th യൂണിറ്റ് പിൽഗ്രിമേജസ് ആൻഡ് ഫെസ്റ്റിവൽ 8 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്ട്, കൾട്ട് ആൻഡ് ഡിനോമിനേഷൻ 6 തവണ, അപ്പൊ അത് 2 ഒരു മീഡിയം ലെവലിൽ വരുന്നതാണ്. പിന്നെ 9th യൂണിറ്റ് റിലീജിയസ് സ്പെഷ്യലിസ്റ്റ്, പ്രീസ്റ്റ്, പ്രൊഫറ്റ് 7 തവണ ചോദിച്ചിട്ടുണ്ട്, ഒരു മീഡിയം റെലവൻസ് ആണ്. ഭക്തി ആൻഡ് സൂഫിസം മൂവ്മെന്റ്സ് 5 തവണയാണ് ചോദിച്ചേക്കുന്നത്, അതൊരു മീഡിയം റെലവൻസ്. ആര്യ സമാജ് ആൻഡ് റിഫോം മൂവ്മെന്റ്സ് 6 തവണ ചോദിച്ചിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണ്. ആൻഡ് ലാസ്റ്റ് ബ്ലോക്കിലാണ് 10, 11, 12 യൂണിറ്റ് വരുന്നത്. ഭക്തി, സൂഫിസം, ആര്യ സമാജ്, റിഫോം മൂവ്മെന്റ്സ്, രാമകൃഷ്ണ മിഷൻ ഓർ ന്യൂ ഏജ് മൂവ്മെന്റ്സ്, അത് ഒരു ലോ റെലവൻസ് ആണ്. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സിൽ അല്ലെങ്കിൽ ഇത്രയും യൂണിറ്റ്സിൽ രാമകൃഷ്ണ മിഷനും പിന്നെ മാജിക്, സയൻസ് ആൻഡ് റിലിജനും ആണ് ഒരു ലോ റെലവൻസ് കാണിക്കുന്നത്. എന്നാലും അത് സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ഇത് തന്നെയാണ്. ഇനി ഹീറ്റ് മാപ്പ് നോക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ യൂണിറ്റിന് എന്ന് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് മനസ്സിലാവും. ഇതിൽ ഏറ്റവും ഡാർക്ക് ആയിട്ട് കാണിച്ചേക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പം അതിന്റെ ബേസിൽ നമുക്കൊരു ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ഉണ്ട്. സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജൻ, അത് ഡർക്കെയിമിന്റെ ഒപ്പീനിയൻസ്, സേക്രഡ് ഓർ പ്രൊഫൈൻ, അതായത് ഡർക്കെയിം പറഞ്ഞേക്കുന്ന സേക്രഡ് ഓർ പ്രൊഫൈൻ, പിന്നെ ആനിമിസം, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചേക്കുന്നതാണ്. ആൻഡ് ഓൾസോ കോൺസെപ്റ്റും തിയറീസും ബേസ് ചെയ്തിട്ടാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക് ആണ് സേക്രഡ്, മിത്ത് ആൻഡ് റിച്വൽസ്. അതിൽ റിച്വൽസ്, മിത്ത്, സോഷ്യൽ ഫംഗ്ഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഇതും ഡയറക്റ്റ് ആയിട്ടും വരുന്നുണ്ട്, പിന്നെ കമ്പയർ ചെയ്യണം, സേക്രഡ് എന്താണ്, മിത്ത് എന്താണ്, റിച്വൽ എന്താണ്, അങ്ങനെ കമ്പയർ ചെയ്തിട്ടും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു സേക്രഡ്, മിത്ത് ആൻഡ് റിച്വൽ ടോപ്പിക്കിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ റിലിജിയൻ, എക്കോണമി ആൻഡ് പവർ,
ഓർ പ്രൊട്ടസ്റ്റന്റ് എത്തിക്. ഇത് മാക്സ് വെബറിന്റെ തിയറി വെച്ചിട്ട് അനലൈസ് ചെയ്യാനും പിന്നെ മോഡേൺ വേൾഡിൽ ഇതിന്റെ റെലവൻസ് എന്താണെന്നൊക്കെ ഉള്ള രീതിയിൽ അനലൈസ് ചെയ്ത് എഴുതാനും ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഇതാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുവാണെങ്കിൽ ലോങ് ഫോം എസ്സേസ് തന്നെയാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് എസ്സേ ഫോർമാറ്റ് തന്നെയാണ്. 20 മാർക്സ്, ഒരു 400 വേർഡ്സ് വരെ വരാം. പിന്നെ ഷോർട്ട് നോട്ട്സ് ആയിരിക്കും, അത് 10 മാർക്സിനാണ്. അതിലിപ്പം ഒരു 20 മാർക്ക് വെച്ചിട്ടാണല്ലോ ഓരോന്നിനും കൊടുത്തേക്കുന്നത്. ഇപ്പൊ 8 ക്വസ്റ്റ്യൻ കാണും, അതിൽ 5 അറ്റൻഡ് ചെയ്യണം. എല്ലാത്തിനും 20 മാർക്ക്. അതിൽ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ 10 മാർക്സിന്റെ 2 ക്വസ്റ്റ്യൻ വരും. പിന്നെ തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ്, ഈ ലോങ് എസ്സേ തന്നെ ആയിരിക്കും, പക്ഷെ അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും യൂഷ്വലി 20 മാർക്സിനാണ് ചോദിക്കുന്നത്. പിന്നെ ഡെഫിനിഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻ, അത് ഷോർട്ട് നോട്ടിന്റെ തന്നെ സബായിട്ട് വരുന്ന അങ്ങനെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും 10 മാർക്കിനാണ്. ഒരു 150 to 200 വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ MCQ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കേസ് സ്റ്റഡി, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇതിൽ ചോദിച്ച് കണ്ടിട്ടില്ല. അതിപ്പോ കേസ് സ്റ്റഡീസ് ഒക്കെ ചിലപ്പോൾ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സാമ്പിളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചോദിക്കായിരിക്കും. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും ചോദിക്കില്ല. പിന്നെ ഡേറ്റ് തന്നിട്ട് അനലൈസ് ചെയ്ത് അതിന്റെ ബേസിലൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ലോങ് ഫോം എസ്സേസ് ആണ്, 20 മാർക്സ്, 400 വേർഡ്സ്. നമുക്ക് എവിടെയൊക്കെ എക്സാമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യാവോ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യുക. അനാലിസിസ് ആണെങ്കിൽ അത്, ഡെഫിനിഷൻസ് ആണെങ്കിൽ അത്, അങ്ങനെ മനസ്സിലാക്കി വേണം. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാം. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ 10 മാർക്സ് ആണ്, 150 to 200 വേർഡ്സ്. നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ എന്ത് സിഗ്നിഫിക്കൻസ്, എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഷോർട്ട് നോട്ട് എഴുതാൻ. പിന്നെ തീമാറ്റിക് കമ്പാരിസൺ ഓർ അനാലിസിസ്, അതും 20 മാർക്സിനാണ്. ഓരോ തിയറിയും ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒന്നുകിൽ കമ്പയർ ചെയ്യാനായിരിക്കും. ഇപ്പൊ 2 സംഭവം തന്നിട്ട് അതിന്റെ സിമിലാരിറ്റീസ് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്യാൻ ചോദിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കലി വിമർശിക്കുന്ന രീതിയിൽ ചോദിക്കാം. ഓരോ കേസ് സ്റ്റഡീസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് വരാം. പിന്നെ ഡെഫിനിഷൻസ് ഓർ എക്സ്പ്ലനേഷൻസ്, അതും ഒരു 10 മാർക്സിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. കറക്റ്റ് എന്താണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്താണെന്ന് കറക്റ്റ് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും. വേണമെങ്കിൽ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്ത എക്സാമ്പിൾസ് ആപ്ലിക്കേഷൻ ലെവലിലും എഴുതാൻ പറ്റുന്നതാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിനാണ് 36% ചോദിക്കുന്നത്, സെക്കൻഡ് ബ്ലോക്ക് 34%, തേർഡ് ബ്ലോക്ക് 30%. അപ്പം ഇതിൽ ഒരു ബ്ലോക്കും അൺഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 36, 34, 30% അങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി ക്വസ്റ്റ്യന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ ഈ ലോങ് എസ്സേസും തീമാറ്റിക് കമ്പാരിസണും ഇങ്ങനെ എപ്പോഴും ഇന്റർവൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ലൈക്ക് അതിന്റെ ആ ഒരു റേറ്റ് എന്ന് പറയുമ്പം ഒരു ടൈം കഴിഞ്ഞപ്പോൾ ഡിസംബർ 2023 നോക്കുവാണെങ്കിൽ തീമാറ്റിക് കമ്പാരിസൺ ആണ് കൂടുതൽ ചോദിച്ചേക്കുന്നത് എസ്സേസിനെക്കാട്ടിലും. അങ്ങനെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. പിന്നെ ഡെഫിനിഷൻസും അതൊക്കെ ഒരു 10 to 20 മാർക്സിന് ചോദിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എസ്സേസിന് തന്നെയാണ്, ലോങ് എസ്സേസിന് തന്നെയാണ്. പിന്നെ തീമാറ്റിക് കമ്പാരിസൺ, ഷോർട്ട് നോട്ട്, അതിനുശേഷം ഡെഫിനിഷൻസ് ആൻഡ് എക്സ്പ്ലനേഷൻസ്. ഒരു 60 to 65% ഈ തീമാറ്റിക് അനാലിസിസിനും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും വരുന്നുണ്ട്. 20 to 25% ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ എഴുതി പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, കാരണം ഇത് നമ്മുടെ റൈറ്റിംഗ് സ്കില്ലിനെയും കൂടെ നോക്കുന്ന പേപ്പേഴ്സ് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ അത്രയും ടൈമിനുള്ളിൽ എത്രമാത്രം പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് നോക്കുന്നത്. അപ്പൊ മെയിൻലി ഒരു 30 to 35 അല്ലെങ്കിൽ 35 to 40 മിനിറ്റ്സ് ആയിരിക്കണം ഒരു 20 മാർക്ക് എസ്സേന്. മാക്സിമം 35 to 40 മിനിറ്റ്സ് എടുക്കാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്നും അല്ല എഴുതാനുള്ള, 3 മണിക്കൂറാണ്, 100 മാർക്കാണ്, 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. സോ 35 to 40 മിനിറ്റ്സിന് എന്തായാലും ഒരു എസ്സേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ആദ്യത്തെ ഒരു 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ അത് പോയിന്റ് വൈസ് ആയിട്ട് ജസ്റ്റ് എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നതെന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനുശേഷം ആ പോയിന്റ്സ് എല്ലാം എക്സ്പാൻഡ് ചെയ്യുക. ഇൻട്രൊഡക്ഷനിൽ ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ബോഡി, കൺക്ലൂഷൻ, എന്തൊക്കെ എക്സാമ്പിൾസ് കൊടുക്കാം, ഏതൊക്കെ തിയറിസ്റ്റുകളുടെ കോൺസെപ്റ്റ്സ് ഇതിൽ ആഡ് ചെയ്യാം, അതെല്ലാം ആദ്യത്തെ ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ നോക്കുക. എന്നിട്ട് അതിനുശേഷം എഴുതുക. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ പോയിന്റ്സ് കിട്ടും, നമുക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാം. അതിന്റെ അവസാനത്തെ ഒരു 5 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ, അല്ലെങ്കിൽ 5 to 10 മിനിറ്റ്സ് മൊത്തത്തിൽ എല്ലാ ആൻസേഴ്സും ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും ഒക്കെ പോയിന്റ്സ് മിസ് ചെയ്തോ എന്നുള്ള കാര്യവും കൂടെ നോക്കുക. പ്രൂഫ് റീഡ് ചെയ്യുക ആൻഡ് പോളിഷ് യുവർ ആൻസേഴ്സ്. നല്ല ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. ലൈക്ക് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പേഴ്സ് ഇപ്പൊ തരുന്നില്ല, അതിന്റെ ബേസിൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാൻ, മീൻസ് എഴുതി നോക്കാം, അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും. സോ ദിസ് ഈസ് പ്രിപ്പറേഷൻ ടിപ്പ്.
ആൻഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എത്ര തവണ അപ്പിയർ ആയി എന്നുള്ളതിന്റെ ബേസിൽ. ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് റിലീജിയസ് ഫെസ്റ്റിവൽ 7 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഔട്ട്ലൈൻ ടേർണേഴ്സ് ടൈപ്പോളജി ഓഫ് പിൽഗ്രിമേജ് 6 തവണ ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ വാട്ട് ഈസ് കാൽവിനിസം, ഔട്ട്ലൈൻ ഇറ്റ്സ് മെയിൻ ഫീച്ചേഴ്സ്. അപ്പം ഈ ഓരോ ക്വസ്റ്റ്യനും നോക്കുമ്പോൾ അത് എന്താ, ഇപ്പം തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് കാൽവിനിസം, ഔട്ട്ലൈൻ ഇറ്റ് മെയിൻ ഫീച്ചേഴ്സ്. അതിൽ ആദ്യം നമ്മൾ കാൽവിനിസം എന്താണെന്ന് എഴുതണം, പിന്നെ അതിന്റെ ഫീച്ചേഴ്സും പറയണം. അപ്പൊ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണോ ചോദിച്ചേക്കുന്നത് അതെല്ലാം ആ ആൻസേഴ്സിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഡിസ്കസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡർക്കീം ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജൻ ഇൻ പ്രീ മോഡേൺ സൊസൈറ്റി. അപ്പൊ പ്രീ മോഡേൺ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഈസ് എ പ്രോഫറ്റ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു വെബർ. ഇപ്പൊ വെബറിന്റെ കാര്യം, ഇപ്പം ഹൂ ഈസ് എ പ്രോഫറ്റ് നമുക്ക് ആൻസർ അറിയാം, പക്ഷെ അത് വെബറുമായിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ അറിഞ്ഞൂടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതിരിക്കുക. വേറെ ഒന്നും നമുക്ക് അത്ര നല്ലതായിട്ട് അറിഞ്ഞൂടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്യാവൂ. പ്രോഫറ്റ് ആരാന്ന് അറിയാം എന്നുള്ളതിന്റെ ബേസിൽ മാത്രം നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഹൗ ഡു റിലീജിയസ് ഗ്രൂപ്പ്സ് ഒറിജിനേറ്റ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സെവൻത് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെക്ട്, കൾട്ട് ആൻഡ് ഡിനോമിനേഷൻ. സോ ഡിഫറൻഷിയേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഇത് മൂന്നും എങ്ങനെയാണ്, ഇതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് അറ്റൻഡ് ചെയ്യാം. 8th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റിലീജിയസ് എത്തിക്സ് ആൻഡ് എക്കോണമി വിത്ത് റെഫറൻസ് ടു വെബർ ഓർ പ്രൊട്ടസ്റ്റന്റ് എത്തിക്. 5 തവണ ചോദിച്ചിട്ടുണ്ട് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കിനെ ബേസ് ചെയ്തിട്ട് ഉള്ള റിലീജിയസ് എത്തിക്സിന്റെ കാര്യം. നെക്സ്റ്റ് ഡിസ്കസ് ദ ഫംഗ്ഷണലിസ്റ്റ് തിയറി ഓഫ് റിലിജിയൻ. 5 തവണ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് 10th ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സേക്രഡ് ആൻഡ് പ്രൊഫൈൻ. ഡർക്കീമിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള സേക്രഡ് പ്രൊഫൈൻ എന്നുള്ളത് എന്താണ് അതിന്റെ ഡിഫറൻസ്, അതിന്റെ എക്സാമ്പിൾസ് സഹിതമായിരിക്കണം കൊടുക്കുന്നത്. ഇനി ഫ്രീക്വൻസി ടേബിൾ നോക്കുവാണെങ്കിൽ ഓരോന്നും ഒരു ആവറേജ് മാർക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യന് 7 തവണ ചോദിച്ചിട്ടുണ്ട്, 20 ആയിരിക്കും ഒരു ആവറേജ് മാർക്ക്. ടേർണേഴ്സ് ടൈപ്പോളജി 20, കാൽവിനിസം ആൻഡ് ഫീച്ചേഴ്സ് 20, പിന്നെ പ്രീ മോഡേൺ സൊസൈറ്റിയിൽ ഡർക്കീമിന്റെ കോൺട്രിബ്യൂഷൻ 20 ആണ് ആവറേജ് മാർക്ക് വരുന്നത്. 6 തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി ഹൂ ഈസ് എ പ്രൊഫറ്റ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു വെബർ യൂണിറ്റ് 9 ചോദിച്ചാണ് 5 തവണ. ഇനി വരുന്ന എല്ലാം 5 തവണ ചോദിച്ചേക്കുന്നതാണ്, 5 തവണ അപ്പിയർ ആയിട്ടുള്ളതാണ്. പിന്നെ റിലീജിയസ് ഗ്രൂപ്പ് ഒറിജിനേറ്റ് ചെയ്യുന്നത് യൂണിറ്റ് 8, സെക്ട്, കൾട്ട് ആൻഡ് ഡിനോമിനേഷനും യൂണിറ്റ് 8 തന്നെയാണ്. പിന്നെ വെബറിന്റെ പ്രൊട്ടസ്റ്റന്റ് എത്തിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള സെക്കൻഡ് യൂണിറ്റ് ആണ്. ആൻഡ് ഫംഗ്ഷണലിസ്റ്റ് തിയറി ഓഫ് റിലിജൻ ഫസ്റ്റ് യൂണിറ്റ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. സേക്രഡ് ആൻഡ് പ്രൊഫൈനും ഫസ്റ്റ് യൂണിറ്റ് 5 തവണ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് പാനൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അഡ്വൈസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ്സിനുള്ളിൽ എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ എന്താ ടോപ്പ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ, ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ഈ ആദ്യത്തെ 5 മിനിറ്റ് എന്തൊക്കെ എഴുതണം എന്നുള്ള ആ ഒരു സംഭവമില്ലേ, ആ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ എത്ര മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ട്വൈസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ടൈമർ ഒക്കെ വെച്ചിട്ട് ഫ്ലുവൻസിയും സ്പീഡും ഒക്കെ നോക്കുക. ആൻഡ് ഓൾസോ കമ്പയർ ചെയ്യുക എന്തൊക്കെയാണ് മിസ് ഔട്ട് ആയത്, ഏതൊക്കെ പോയിന്റ്സ് മിസ് ചെയ്തു, എന്തൊക്കെ എക്സാമ്പിൾസ് ഇനിയും ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ ഇപ്പൊ ഈവൻ ചാറ്റ് GPT യോട് ചോദിച്ചാൽ എന്തൊക്കെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ട് പറയും. പിന്നെ നമ്മുടെ കയ്യിൽ നല്ലൊരു മെറ്റീരിയൽ ഉണ്ട്, ക്ലാസ്സസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഓരോ എന്താണ് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ആൻസേഴ്സ് ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പം ഒരു പൈ ചാർട്ട് നോക്കുവാണെങ്കിൽ 55% ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. ആൻഡ് ബാക്കി ക്വസ്റ്റ്യൻസ് 45% ആണ്. ഈ ഡേറ്റ വന്നിരിക്കുന്നത് ജൂൺ 2022 തൊട്ട് ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിലാണ്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും 55% വീണ്ടും വരിക. ഇനി ഇതിന്റെ റെലവൻസ് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ചാൻസസ്, പ്രോബബിലിറ്റി എന്തൊക്കെയാന്ന് വെച്ചാൽ ഫസ്റ്റ് യൂണിറ്റിന്റെ
ഡർക്കിം ആൻഡ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിലിജൻ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് 80% ഉണ്ട്. അതെന്ന് പറയുമ്പോൾ 80% എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, കഴിഞ്ഞ 10 തവണത്തെ പേപ്പർ നോക്കുമ്പോൾ അതിൽ 8 തവണ ചോദിച്ചിട്ടുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമുക്ക് ഹൈ കാറ്റഗറി, ഹൈ പ്രോബബിലിറ്റിയിൽ വെക്കാം. പിന്നെ വെബർ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് റിലിജൻ എക്കോണമി ലിങ്ക് 70% വരുന്നുണ്ട് പ്രോബബിലിറ്റി ചാൻസ്. അതായത് 10 തവണ ചോദിച്ചിട്ടുണ്ട്. സെക്യുലറൈസേഷൻ ആൻഡ് റിലിജിയൻ പോളിറ്റിക്സ് 60% ചാൻസ് ഉണ്ട്. മിത്ത്, റിച്വൽ ആൻഡ് സേക്രഡ് ഓർ പ്രൊഫൈൻ 80% ഹൈ ചാൻസ് ആണ്. ലൈഫ് സൈക്കിൾ റിച്വൽസ് 50%. ഫെസ്റ്റിവൽസ്, പിൽഗ്രിമേജ്, ടേണേഴ്സ്, ടൈപ്പോളജി 90%. 10 പേപ്പർ എടുത്ത് അതിൽ 9 തവണ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫെസ്റ്റിവൽസ്, പിൽഗ്രിമേജ്, ടേണേഴ്സ്, ടൈപ്പോളജി 7th യൂണിറ്റിൽ ചോദിച്ചിട്ടുണ്ട്. 8th യൂണിറ്റ് സെക്ട്, കൾട്ട്, ഡിനോമിനേഷൻ 60%. പ്രീസ്റ്റ്, പ്രോഫറ്റ്സ്, റിലീജിയസ് സ്പെഷ്യലിസ്റ്റ് 9th യൂണിറ്റ് 70%. Bhakti and Sufi tradition 50%. Arya Samaj and reform movements 70%. Ramakrishna mission or New Age movements 30%. Magic, science and religion 40%. So Ramakrishna mission, magic, science and religion ആണ് കുറച്ച് കുറവ് കാണിക്കാൻ പറ്റുന്നത്. അതായത് ഇപ്പൊ 10 പേപ്പറിൽ 4 തവണ മാജിക്, സയൻസ് ആൻഡ് റിലിജൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പം ചാൻസസ് ഇനി വരാം ചാൻസസ് ഉണ്ട്. അപ്പം ലോ പ്രോബബിലിറ്റി ആണെങ്കിലും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല മാർക്സ് സ്കോർ ചെയ്യണമെങ്കിൽ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. സോ അതിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് ആയിരുന്നു എത്ര തവണ അപ്പിയർ ചെയ്തു എന്നുള്ളതിന്റെ. അപ്പൊ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡർക്കെയിം ആൻഡ് സോഷ്യോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് റിലിജിയൻ, വെബർ ആൻഡ് പ്രൊട്ടസ്റ്റന്റ് എത്തിക്. അപ്പൊ ഡർക്കെയിം, വെബർ രണ്ട് തിയറിസ്റ്റുകളുടെ ബേസിൽ, സോഷ്യോളജിസ്റ്റിന്റെ ബേസിലായിരിക്കണം നോക്കുന്നത്. പിന്നെ മിത്ത്, റിച്വൽ, സേക്രഡ് ഓർ പ്രൊഫൈൻ, പിൽഗ്രിമേജസ് ആൻഡ് ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. പ്രീസ്റ്റ്, പ്രോഫറ്റ്സ് ഓർ റിലീജിയസ് സ്പെഷ്യലിസ്റ്റ്, ആര്യ സമാജ് ആൻഡ് റിഫോം മൂവ്മെന്റ്സ്. അപ്പം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ്. ആൻഡ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കീ തിയറിസ്റ്റ് ഏതൊക്കെയാണ്, ഇപ്പൊ വെബർ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഡർക്കെയിം എന്തൊക്കെയാണ് പറഞ്ഞത്, ഏതൊക്കെയാണ് ഫെസ്റ്റിവൽ, കോർ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം. ആൻഡ് ഈ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതി ഏതൊക്കെ ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് അപ്ലൈ ചെയ്യാം എന്ന് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കണം. ആൻഡ് ടീച്ച് ബാക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ ഇരുന്ന് പഠിക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് മെമ്മറിയിൽ നിൽക്കും. ആൻഡ് മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ് സെക്യുലറൈസേഷൻ ആൻഡ് റിലിജൻ പോളിറ്റിക്സ്, ലൈഫ് സൈക്കിൾ, റിച്വൽസ്, സെക്ട്, കൾട്ട്, ഡിനോമിനേഷൻസ്, ഭക്തി ആൻഡ് സൂഫി ട്രഡീഷൻ, മാജിക്, സയൻസ് ആൻഡ് റിലിജൻ. ഒരു മീഡിയം പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണ്. ഇതാണെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡ് ഒക്കെ ഉപയോഗിച്ച് ഓരോ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് ഓരോ ടോപ്പിക്സ് അതിനകത്ത് എന്തൊക്കെയാണ് ഡെഫിനിഷൻസ്, ഇപ്പൊ ഒരു കാർഡിൽ ഒരു ടോപ്പിക്, ഒരു കോൺസെപ്റ്റ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുക, ചിലപ്പോൾ പിക്ചേഴ്സ് വെച്ചിട്ടാ പറയാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക, അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് അങ്ങനെ നോക്കുക. പിന്നെ ഷോർട്ട് നോട്ടും 10 മാർക്ക് ക്വസ്റ്റ്യൻസും ഒക്കെ സ്പീഡിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പൊ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതി തീർക്കാൻ പറ്റും. ആൻഡ് കണ്ടംപററി കേസസോ എക്സാമ്പിൾസോ വെച്ചിട്ട് ഓരോ ടോപ്പിക്കും കണക്ട് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം. ലോ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് രാമകൃഷ്ണ മിഷൻ അല്ലെങ്കിൽ ന്യൂ ഏജ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. അതിനകത്താണെങ്കിൽ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ്, രാമകൃഷ്ണ മിഷന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള യൂണിക് പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിമോണിക്സ് ഒക്കെ, അതായത് ഇപ്പം എന്തെങ്കിലും ഒരു മെമ്മറി ടെക്നിക്സ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ കോഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാലോ, അങ്ങനെ ഡേറ്റ്സും നെയിംസും ഒക്കെ ഓർത്ത് വെക്കുക. സോ അതാണ്. ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. 3 hours ആണ്. 2025 എങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് എ കമ്പാരിറ്റീവ് ഡേറ്റ ടേബിൾ അനലൈസ് ദ റോൾ ഓഫ് റിലീജിയസ് സ്പെഷ്യലിസ്റ്റ്, priest, shamans or prophets in 3 different societies. Discuss their similarities and differences in terms of authority, community functions and social mobility. Provide at least one concrete example per type. അപ്പൊ യൂണിറ്റ് 9 വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യം പ്രീസ്റ്റ്, ഷമൻസ്, പ്രൊഫറ്റ്സ് ഇവരെന്താണെന്ന് നമ്മൾ ആദ്യമേ എഴുതണം. എന്നിട്ട് ഇവർ തമ്മിലുള്ള കമ്പാരിസൺ, എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളൊരു കമ്പാരിസൺ കൊടുക്കണം. ആൻഡ് ഇത് ഓരോ സൊസൈറ്റിയിലും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ 3 ഡിഫറെന്റ് സൊസൈറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ എഴുതണം. ആൻഡ് പിന്നെ വരുന്നത് അതോറിറ്റി, ഡിഫറൻസ്, സിമിലാരിറ്റി എന്തിന്റെയൊക്കെ ടേംസിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതോറിറ്റി, കമ്മ്യൂണിറ്റി ഫംഗ്ഷൻ, സോഷ്യൽ മൊബിലിറ്റി. സോ ഈ 3 ഫാക്ടേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ഇവരെ എല്ലാവർക്കും ഓരോ എക്സാമ്പിൾസും കൊടുത്തിരിക്കണം. സോ ഇത്രയും പോയിന്റ്സ് അതിൽ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യണം,
നമ്മൾ ആഡ് ചെയ്യണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ ഓൺ ലൈഫ് സൈക്കിൾ റിച്വൽസ് ഇൻ ഹിന്ദു, സിഖ് ആൻഡ് കൊർക്കു കമ്മ്യൂണിറ്റീസ്, ക്രിട്ടിക്കലി എക്സാമിൻ ഹൗ റിച്വൽ പ്രാക്ടീസസ് റിഫ്ലക്ട് ചേഞ്ചിങ് സോഷ്യൽ നോംസ്, സജസ്റ്റ് റീസൺ ഫോർ ബോത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ച്, ഡ്രോയിങ് ഫ്രം റെലവൻറ്റ് സോഷ്യോളജിക്കൽ തിയറീസ്. അപ്പം ഇതിനകത്ത് ഡേറ്റ് തന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഹിന്ദു, സിഖ്, കൊർക്കു 3 കമ്മ്യൂണിറ്റി തന്നിട്ടുണ്ട്. അവരുടെ നെയിമിംഗ് റിച്വൽസ്, ഇനിഷ്യേഷൻ സെറമണി, മാരേജ്, പേരിടലിന്റെ ഇതാണ് നെയിമിംഗ് റിച്വൽ എന്ന് പറഞ്ഞത്. അപ്പൊ 3 കമ്മ്യൂണിറ്റിക്കും അതുണ്ട്. ഇനിഷ്യേഷൻ സെറമണി എന്ന് പറയുമ്പോൾ എന്താ, ഈ നമ്മൾ ആ ഒരു സ്പെസിഫിക് റിലീജിയനിലോ അല്ലെങ്കിൽ ഇപ്പൊ മാമോദിസ ചെയ്യാന്നൊക്കെ പറയത്തില്ലേ ക്രിസ്ത്യാനിറ്റിയിൽ, അതുപോലെ ഹിന്ദുസിന്റെ ഇടയിലാണെങ്കിൽ ഉപനയന വരും. അങ്ങനെ ഓരോ ഇപ്പം ഹിന്ദുസിന്റെ ഇടയിലും സിഖിന്റെ ഇടയിലും ഉണ്ട്. എന്നാൽ കൊർക്കു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു ഇനിഷ്യേഷൻ സെറമണി ഇല്ല. പിന്നെ മാരേജ് ഈ 3 അപ്പം ഇവരുടെ 3ന്റെ നെയിമിംഗ് റിച്വൽസ് എങ്ങനെയാണ്, ഇനിഷ്യേഷൻ സെറമണി എങ്ങനെയാണ്, മാരേജ് റൈറ്റ്സ് എങ്ങനെയാണ് എന്ന് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യണം. നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് വേണം എഴുതാൻ. എന്തൊക്കെ റിച്വൽ പ്രാക്ടീസസ് ആണ്, സോഷ്യൽ നോംസിനെ എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യുന്നത്, അത് ഏതൊക്കെ സോഷ്യോളജിക്കൽ തിയറി ആയിട്ട് കണക്ട് ചെയ്യാം എന്നും കൂടെ വേണം നോക്കാൻ. അങ്ങനെ അതിന്റെ ബേസിലായിരിക്കണം ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. A small town survey reports that 65% of residents attend religious festivals for social reasons, 25% for spiritual reasons, and 10% for both. Analyze these findings. What do they reveal about the changing functions of religious festivals in Indian society? Use theoretical perspective and suggest 2 implications for community cohesion. അപ്പം ഇതിലൊരു ഡേറ്റ് തന്നിട്ടുണ്ട്. 65% ആൾക്കാർ റിലീജിയസ് ഫെസ്റ്റിവൽ എന്താ അവരുടെ സോഷ്യൽ റീസൺസിന് വേണ്ടിയാണ്. അതായത് ഇപ്പൊ നമുക്ക് ഏതൊക്കെ കണക്ട് ചെയ്യാം സോഷ്യൽ റീസൺസിന് വേണ്ടിയാന്ന് പറയുമ്പോൾ ഡർക്കെയിമിന്റെ ഫങ്ഷണൽ തിയറിയെ ബേസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്നല്ല അദ്ദേഹം പറഞ്ഞത്. സോ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു ആൻസേഴ്സിന് ആ ഒരു തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് യൂസ് ചെയ്യാം. ആൻഡ് 25% സ്പിരിച്വൽ റീസൺ ആണ്, 10% രണ്ടിനും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. സോ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചിട്ടും ഈ കമ്മ്യൂണിറ്റി എങ്ങനെ ഇത്രമാത്രം അടുത്ത് നിൽക്കുന്ന അവരുടെ ഒരു സോളിഡാരിറ്റിയും ചേഞ്ചിങ് ഫങ്ഷൻസ്, പണ്ടത്തെ അത്ര റിലീജിയസ് ഫെസ്റ്റിവൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പക്ഷെ എന്ന് പറഞ്ഞ ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെ അനലൈസ് ചെയ്ത് എന്തൊക്കെ ചേഞ്ചിങ് ഫങ്ഷൻസ് ആണ്. പണ്ട് ഭക്തി എന്ന് പറഞ്ഞ ഒരൊറ്റ ഡിവോഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ മോട്ടീവ് അല്ലെങ്കിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മീൻസ് അങ്ങനല്ല, ആൾക്കാരെ ഒന്നിപ്പിക്കും. എന്നാൽ ഇപ്പം കൂടുതലും എന്താ ആൾക്കാരെല്ലാം കൂടെ ഗ്യാദർ ചെയ്യുന്നു. ഇപ്പൊ സൊസൈറ്റി കുറച്ചും കൂടെ വൈഡാണ്, എല്ലാവരും പല സ്ഥലത്താണ്. ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോഴാണ് എന്ത് റിലീജിയസ് ഫെസ്റ്റിവൽസ്, അമ്പലത്തിൽ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പള്ളിയിൽ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒന്നിക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ്, ബിലോ ഇസ് എ ലിസ്റ്റ് and the practices from different societies. Categorize each as relating to magic, science or religion and justify your categorization. Then discuss one contemporary example where boundaries between these domains blur. അപ്പൊ ആദ്യം ഈ താഴെ കൊടുത്തേക്കുന്ന 4 കാര്യങ്ങൾ, ഇതിൽ മാജിക് ഏതാ, സയൻസ് ഏതാ, റിലിജൻ ഏതാന്ന് പറയണം. എന്നിട്ട് അതിന് നമ്മൾ ഒരു ജസ്റ്റിഫൈ ചെയ്യണം, എന്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ റീസൺ കൊടുക്കണം. ആൻഡ് ഓൾസോ ദെൻ ഡിസ്കസ് വൺ കണ്ടംപററി എക്സാമ്പിൾ വേർ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദോസ് ഡൊമൈൻസ് ബ്ലർ. ഫസ്റ്റ് വൺ, റെയിൻ ഡാൻസ് ടു ഇൻവോക്ക് റെയിൻ. അത് ഏതിൽ വരുന്നത്, മാജിക് ആണോ, സയൻസ് ആണോ, റിലിജൻ ആണോ? മാജിക് ആണ്. റെയിൻ ഡാൻസ് വെച്ചിട്ട് മീൻസ് ഡാൻസ് കളിച്ച് മഴ പെയ്യിക്കാന്നൊക്കെ പറയുന്നത് മാജിക്കിന്റെ ഭാഗത്ത് വരുന്ന ഒരു സംഭവമാണ്. വാക്സിനേഷനോ സയൻസിന്റെ ഭാഗമാണ് അല്ലെ. നെക്സ്റ്റ്, റിച്വൽ ഫാസ്റ്റിംഗ് ഫോർ ബ്ലെസ്സിങ്സ്, അത് റിലിജിയന്റെ ഇതിൽ വരുന്നതാണ്. ആൻഡ് ഹോറോസ്കോപ്പ് ബേസ്ഡ് ഡിസിഷനോ, അത് ആക്ച്വലി മാജിക്കിൽ വരുന്നതാണ്, ഹോറോസ്കോപ്പ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ്. ഇനി ഒരു എക്സാമ്പിൾ, വൺ കണ്ടംപററി എക്സാമ്പിൾ വേർ ബൗണ്ടറീസ് ബിറ്റ്വീൻ ദീസ്, അതായത് സയൻസ്, മാജിക്, റിലിജൻ എല്ലാം കൂടെ ഇത് തമ്മിലൊരു ബൗണ്ടറി ഒന്നും ഇല്ലാതെ ബ്ലർ ആവുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ എന്ത് പറയാം,
ഒരു കണ്ടംപററി എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പം ജാതകം നോക്കാൻ, ഹോറോസ്കോപ്പ് നോക്കാനൊക്കെ ആണെങ്കിൽ AI ടൂൾസ് ഉണ്ട്. ഓസ്ട്രോടാക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അപ്പം അതെന്ന് പറയുമ്പോൾ മാജിക്കും ആണ്, റിലിജനും ആണ്, അതുപോലെ തന്നെ ടെക്നോളജി, സയൻസ് യൂസ് ചെയ്തിട്ടല്ല ഇതെല്ലാം ഇങ്ങോട്ട് വരുന്നത്. കമ്പ്യൂട്ടർ ജാതകം എന്നൊക്കെ കേൾക്കുന്നില്ലേ? അപ്പം ഇത് മൂന്നും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ട് അത് മീൻസ് ഈ ഒരു കണ്ടംപററി എക്സാമ്പിൾ എന്താണ്, ഈ 3 ഡൊമൈൻസിനെയും കൂടെ ബ്ലർ ചെയ്യണം. ഇങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ല. ആ ഒരു ബൗണ്ടറി തന്നെ മായ്ച്ചു കളയുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കമ്പ്യൂട്ടർ ജാതകം. പിന്നെ എന്താ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ വഞ്ചിയില് പൈസ ഇടുന്നത്, മീൻസ് ഭണ്ഡാരത്തിൽ പൈസ ഇടത്തില്ല. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സയൻസും ടെക്നോളജിയും റിലിജനും മാജിക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള. Next question, you are given 2 hypothetical case studies. First one, a capitalist society where religious work ethic is strong. Second one, a rural society with low economic mobility but high ritual participation. Apply Weber's and Durkheim's theories to explain how religion interacts with economic life in each context. Draw on specific concepts from the സിലബസ് ഇൻ യുവർ ആൻസർ. സോ ഇവിടെ 2 ഹൈപ്പോത്തസിസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വണ്ണിൽ പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയുടെ കാര്യമാണ്. അപ്പൊ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഏത് തിയറി, ആരുടെ തിയറിയാ? മാക്സ് വെബറിന്റെ തിയറി വെച്ചിട്ട് പറയും. പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം വെച്ചിട്ട് കാൽവിനിസം ബിലീവ്സ് എങ്ങനെയാണ്, അത് എങ്ങനെ ക്യാപിറ്റലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു, കുറച്ചും കൂടെ റാഷണൽ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളവർക്കായിരിക്കും കൂടുതൽ എക്കോണമിക് പ്രൊഡക്ടിവിറ്റി. അത് റിലിജന്റെ പേരിലാണ് അങ്ങനെ ഒരു ഡിസിപ്ലിൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത് വെച്ച് നമുക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണെങ്കിൽ ഡർക്കൈമിന്റെ സെക്കൻഡ് വണ്ണിലാണ് ഡർക്കൈമിന്റെ തിയറി അപ്ലൈ ചെയ്യേണ്ടത്. അതെന്തോ സോഷ്യൽ സോൾഡാരിറ്റിയാണ്. ഇൻഡിവിജ്വൽ എക്കണോമിക് സംഭവങ്ങളെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ? സോഷ്യൽ സോൾഡാരിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു റൂറൽ സൊസൈറ്റിയിൽ എങ്ങനെയാണ് ഫ്രീക്വന്റ് റിച്വൽസ്, അതായത് ഇപ്പൊ ഫെസ്റ്റിവൽസോ അല്ലെങ്കിൽ പ്രേയേഴ്സോ ഒക്കെ എങ്ങനെ വരുന്നു, ആ ഒരു ഗ്രൂപ്പ് യൂണിറ്റിയും കൾച്ചറൽ ഐഡന്റിറ്റി ഒക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, പിന്നെ റിലിജൻ എങ്ങനെ ഒരു സോഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. Next question, examine the following scenario. In a multicultural Indian city, 3 major festivals, Diwali, Eid, Christmas, are celebrated at the municipal level. But new secular community events are emerging. Using the concept of secularization and referencing relevant theories, theorists analyze how traditional religious boundaries are shifting in urban India. Include at least 2 sociological arguments and supporting data where relevant. So multicultural cities, ഇപ്പൊ ദിവാലിയും ഈദും ക്രിസ്മസും ഒക്കെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ദിവാലി എന്ന് പറയുമ്പോൾ ഹിന്ദുസിന്റെ ഫെസ്റ്റിവൽ ആണ്, ഈദ് എന്ന് പറയുമ്പോൾ മുസ്ലിംസിന്റെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ. പക്ഷെ ഇപ്പൊ എല്ലാവരും എന്താണ്, ഒരേപോലെ തന്നെയാണ്. അർബൻ ഏരിയയിലൊക്കെ എല്ലാവരും ഒരുപോലെ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പ്ലൂറലിസം എന്നുള്ളൊരു തിയറി വെച്ചിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം കൂടുതലും എന്താണ്, പ്രൈവറ്റിനെയൊക്കെ കൂടുതൽ ഓരോ ഫെസ്റ്റിവൽസും പബ്ലിക് ആയിക്കൊണ്ടിരിക്കുകയാണ്, കുറെ കൂടി ഇൻക്ലൂസീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്, സെക്യുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഷെയർഡ് ഐഡന്റിറ്റി ആയിരിക്കും സെലിബ്രേഷൻ ആണെങ്കിലും, പബ്ലിക് യൂണിറ്റി ഒക്കെ ഇതിൽ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ആൻസർ അറ്റൻഡ് ചെയ്യാം. Next, a survey records the following for a village: 70% identify with a mud, 20% with pan, and 10% with neither. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി മാത്ത് പാന്ത് ആൻഡ് 10% രണ്ടിലും ഇല്ല. Using this data, discuss the dynamics of religious group formation in rural India, referencing the concept of Mat, Pand and Sangh. Analyze how these affiliation impact local leadership and the social organization. The religion sect and cult എന്ന് പറഞ്ഞ യൂണിറ്റിൽ മാത്ത് എന്താണ്, പാന്ത് എന്താണ്, സംഘ് എന്താണെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ ഭയങ്കര ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി കൈൻഡ് ഓഫ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ myth and ritual in the context of Ramakrishna Mission's birthday celebration for its founders. Use details from the given scenario, sequence of rituals, community participation, message conveyed to illustrate how myth and ritual reinforce each other in modern religious movement. ഇത് ന്യൂ ഏജ് മൂവ്മെന്റ്സിലെ രാമകൃഷ്ണ മിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പോയിന്റ്സ് നോക്കി വെക്കുക. എന്നാണ് അതിന്റെ ഫൗണ്ടർ, ആരാണ് ഫൗണ്ടർ, എന്നാണ് അത് ഫൗണ്ട് ചെയ്തത്, അവിടുത്തെ റിച്വൽസ് എന്തൊക്കെയാണ്, ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ മെസ്സേജസ് ആണ് കൊടുക്കുക എന്നുള്ള ഡയറക്റ്റ് രീതിയിൽ പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻ എന്താണോ നീഡഡ് ആയിട്ടുള്ളതിന്റെ ബേസിൽ. Next, given the following newspaper excerpt, Bhakti and Sufi traditions are increasing popular among youth seeking spiritual meaning outside organized religion. Discuss this trend using the sociological concepts of movement, tradition, and modernity. Provide at least 2 examples from recent Indian society. So, Bhakti and Sufi tradition യൂത്തിന്റെ ഇടയിൽ നല്ല രീതിയിൽ കൂടി വരുന്നു. അതെങ്ങനെ ഒരു എക്സാമ്പിൾ ഒക്കെ വെച്ച് കാണിക്കാനാണ് ചോദിച്ചേക്കുന്നത്. സോ ട്രഡീഷനും മോഡേണിറ്റി രണ്ടും, ഇപ്പൊ ഭക്തി സൂഫി എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രഡീഷൻ ആണ്.
ആണ്. അപ്പൊ ഇപ്പോഴത്തെ മോഡേൺ ലൈഫായിട്ട് എങ്ങനെ അത് ഇന്ററാക്ട് ചെയ്ത് വരുന്നു എന്നൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് പറയും. ഇപ്പം ഒരുപാട് ഇപ്പൊ ഗസൽ അല്ലെങ്കിൽ സൂഫി മ്യൂസിക് കൺസേർട്സ് ഒക്കെ അർബൻ യൂത്തിനിടയിൽ ഭയങ്കര പോപ്പുലർ ആണ്. ആ ഒരു ഇമോഷണൽ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ എനർജി കൊണ്ടുവരാനായിട്ട് ഈ സൂഫി കോൺസേർട്സിനൊക്കെ പറ്റുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് അതിലേക്ക് അട്രാക്റ്റഡ് ആവും. ഈവൻ നോൺ റിച്വലിസ്റ്റിക് സെറ്റിംഗ് ആയെങ്കിലും ആ ഒരു സൂഫി ഡാൻസ്, സൂഫി മ്യൂസിക് ഇതൊക്കെ കൂടുതൽ എന്താണ് ആൾക്കാരെ അട്രാക്റ്റഡ് ആണ്. പിന്നെ ഇപ്പൊ ഈ മുംബൈ, ഡൽഹി, ബാംഗ്ലൂരിലൊക്കെ കബീർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ റീസെന്റ് ആയിട്ട് നടന്നൊരു ഫെസ്റ്റിവൽ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഭക്തി, പോയട്രി, മ്യൂസിക്, ഡയലോഗ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇത് ആരെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ യൂത്ത് ആണ് കൂടുതലായിട്ടും ഈ ഒരു സംഭവം മീൻസ് ഈ ഒരു കബീർ ഫെസ്റ്റിവലിനെ കൂടുതൽ കൊണ്ടുവന്നേക്കുന്നത്. ആ ഒരു ഏൻഷ്യൻ വോയിസസ് മോഡേൺ സ്പേസിലേക്ക് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. സോ ആ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാം. സോ ട്രഡീഷണൽ ഡിവോഷണൽ പാത്സ് ഒക്കെ എങ്ങനെ പുതിയതായിട്ട് റിവൈവ് ചെയ്യുന്നു, റീഷേപ്പ് ചെയ്യുന്നു വിത്ത് ദിസ് മോഡേൺ സ്പിരിച്വൽ മൂവ്മെന്റ്സ്, അതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിലോ ഇസ് എ പോളിസി ടേബിൾ ഷോയിങ് women's participation rates in Arya Samaj reform activities from 1950 to 2020. Interpret the data and critically assess how reform movements such as Arya Samaj contributed to women's emancipation. Integrate relevant sociological concepts and historical context in your answer. അപ്പം ഇതിൽ നമുക്ക് ഡേറ്റ തന്നിട്ടുണ്ട്. 1950 എത്രയായിരുന്നു വിമൻസ് പാർട്ടിസിപ്പേഷൻ, ആര്യ സമാജിന്റെ വിമൻസ് പാർട്ടിസിപ്പേഷന്റെ കാര്യമാണ്. അപ്പം ഡേറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മളൊരു അഭിപ്രായം പോലെ എന്തൊക്കെയാണ് ചേഞ്ചസ് വന്നതെന്ന് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. സോ 1950 നോക്കുവാണെങ്കിൽ 12% ആണ്, ആൻഡ് 1980 26, 2000 13, 2020 അപ്പൊ 52. അപ്പൊ എന്താണോ കാണുന്നത്, പെർസെന്റേജ് ഇൻക്രീസ് അല്ലേ കാണുന്നത്. അപ്പം എന്താണ് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആര്യ സമാജ് വിമൻ സോഷ്യൽ എംപവർമെന്റിൽ നല്ലൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം ആ ഒരു ട്രഡീഷണൽ നോംസ് ഒക്കെ ചലഞ്ച് ചെയ്തിട്ട് ഫീമെയിൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തു, വിഡോ റീമാരേജ് അല്ലെങ്കിൽ വിമൻസിനും റിലീജിയസ് ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ആ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ ആര്യ സമാജ് ഒരുപാട് ട്രൈ ചെയ്തുകൊണ്ടല്ലേ വിമൻസിന്റെ പാർട്ടിസിപ്പേഷനും കൂടുന്നത്. സോ അവരെങ്ങനെയാണ് ഈ ഒരു പാട്രിയാർക്കൽ കൺട്രോൾ ബ്രേക്ക് ചെയ്ത് അവയർനെസ് ക്യാമ്പയിൻസും കമ്മ്യൂണിറ്റി റിഫോംസും ഒക്കെ കൊണ്ടുവന്നതെന്നാണ്. ഇപ്പൊ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഫെമിനിസ്റ്റ് തിയറി, മോഡേണൈസേഷൻ തിയറി, സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, ഇതെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റും വേണം. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ എന്തൊക്കെയാണ്, 1980 ആ ഒരു സമയത്ത് ലീഗൽ റിഫോംസ് ഒക്കെ എങ്ങനെ വന്നു എന്നുള്ള ആ ഒരു ഇൻക്ലൂസീവ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് ആര്യ സമാജ് കൊണ്ടുവന്നത് എന്നുള്ളൊരു കാര്യം വെച്ചിട്ട് വേണം ഈ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യാൻ. സോ ഇത്രയാണ് നമ്മുടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. മാക്സിമം പ്രിപ്പയർ ചെയ്ത് നോക്കുക. സോ 2025 ജൂൺ എക്സാമിന് നമ്മൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.